ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ വ്യക്തിശുചിത്വവും ആരോഗ്യപരവുമായ അറേഞ്ച്മെന്റുകൾ കാണാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടതാണ് കുട്ടികളുടെ വൃത്തിയുടെ ഒരു പരിശീലനവുമായി ബന്ധപ്പെട്ട് മുടി ചീകാനുള്ള ചീർപ്പ്, നമുക്ക് നഖം വെട്ടാതെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് നഖം വെട്ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ നെയിൽ കട്ടർ, ഇത് ഒരുപാട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താത്ത ഒരുപാട് വീഡിയോകളുണ്ട്. വീണ്ടും നമ്മൾ പ്രീസ്കൂൾ പ്രവർത്തനങ്ങളുടെ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നും പരിചയപ്പെടുന്നതാണ്. കാടുകൾ, പിന്നെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വൃത്തിയുള്ളതും മനോഹരമായ മാറ്റാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നിലത്തിരുത്തി ഒരു പ്രവർത്തനം നൽകുന്നത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ഭാഷാശേഷിയെയും സർഗാത്മകതയും ആത്മവിശ്വാസത്തെയും ഒക്കെ വളർത്താനും ഉയർത്താനും ഒക്കെ വേണ്ടി നമുക്ക് അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം നൽകാൻ വേണ്ടി ഉള്ളതാണ് ഈ മൈക്ക്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് മൈക്ക് ഉപയോഗിക്കാനും മൈക്കിലൂടെ പാട്ട് പാടാനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യത്തോടുകൂടി ഇപ്പോൾ അംഗൻവാടികളിൽ ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കായുള്ള ടിവിയാണ്. അവർക്കിഷ്ടമുള്ള കാർട്ടൂൺ ചിത്രങ്ങളും അവരുടെ അറിവുകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള വീഡിയോകൾ, പാട്ടുകൾ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റും. ഇത്രയും വളരെ മനോഹരമായി നമ്മുടെ അംഗൻവാടികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ അംഗൻവാടിയുടെ ചുമർചിത്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, വളരെ മനോഹരമായ കുട്ടികൾക്ക് ആകർഷകമാകും വിധം സജ്ജീകരിച്ചിരിക്കുന്നതാണ് അംഗൻവാടി. കുഞ്ഞുങ്ങളെ ഉച്ചഭക്ഷണത്തിന് ശേഷം അവരുടെ വിശ്രമം ഇവിടെയാണ്. 1.5 മണിക്കൂറോളം അവർ ശാന്തമായും സ്വസ്ഥമായും സന്തോഷത്തോടും കൂടി ഉറങ്ങുന്നത് ഇവിടെയാണ്. ഈ റാക്കിലാണ് ഞങ്ങൾ പ്രീ സ്കൂൾ മെറ്റീരിയലുകൾ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയായും മനോഹരമായും സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാ നല്ല ശീലങ്ങളുടെയും അടിത്തറ അംഗൻവാടിയിൽ നിന്ന് തുടങ്ങണം. കുട്ടികൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം ടവലുകളുണ്ട്. കൈ കഴുകിയതിന് ശേഷം അവരോരോരുത്തരും അവരവരുടെ ടവൽ, അതിന് ഓരോന്നിനും ഓരോ അടയാളങ്ങളുമുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തി കൈ വൃത്തിയാക്കും. കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാഷ് ബേസിനാണ്. അവിടെ കൈ കഴുകുന്നതിനുള്ള സോപ്പും ഉണ്ട്, ഹാൻഡ് വാഷുമുണ്ട്. ഇനി ഞങ്ങളുടെ അടുക്കളയുടെ സജ്ജീകരണമാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും കൃത്യമായ അളവിലുള്ള ഭക്ഷണ സാധനങ്ങൾ അതാത് ദിവസം തൂക്കിയാണ് ഞങ്ങൾ എടുക്കാറ്. അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ യഥേഷ്ടം ഉണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന പാത്രമാണെങ്കിലും ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളാണെങ്കിലും അലമാരയിൽ വൃത്തിയായി അടച്ചു സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. പ്യൂരിഫൈ ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ് അംഗൻവാടിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. വളരെ വൃത്തിയായ ഇടത്ത് കുട്ടികൾക്ക് ഏറ്റവും വൃത്തിയോടുകൂടി വിവിധ മെനു പ്രകാരമുള്ള ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് പാചകം ചെയ്ത് നൽകുന്നു. ഇത്രയും മനോഹരമായ സംവിധാനമാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്, ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത്, നിങ്ങളുടെ വീടിനോട് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് എപ്പോഴും പരിചിതരായ പ്രവർത്തകരാണ് അവിടെ ഉണ്ടാവുക.
ഇവിടെയുള്ള അംഗൻവാടി ഈ അംഗൻവാടിയേക്കാളും വളരെയേറെ പുതുമകളും മാറ്റങ്ങളും ഉള്ളതാണ് ഓരോ അംഗൻവാടിയും. അവിടുത്തെ പ്രവർത്തകർ ഞങ്ങളെക്കാളൊക്കെ ഏറെ കഴിവുകളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഉള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അനുഭവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. അതോടൊപ്പം അംഗൻവാടികൾക്കൊക്കെ പുതിയ മുഖച്ഛായ നൽകിയ ഗവൺമെന്റിനും ഒരുപാട് നന്ദി അറിയിക്കും.